ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആണ്. നിങ്ങളുടെ കൈകളിൽ എത്തുന്ന സമയം മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൈപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കാം, റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ എൻട്രാപ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ വശീകരിച്ച് കൊണ്ടുപോവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു വ്യക്തിയെ ഇങ്ങനെ വശീകരിച്ചിട്ട് കൊണ്ടുപോവുക, ട്രാപ്പിലാക്കി പിന്നെ നെഗറ്റീവ് പാറ്റേൺസ് കൊണ്ട് ആണ് ട്രാപ്പിലാക്കിയിരിക്കുന്നത്. അതായത് ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ എന്നാണ് കാണിക്കുന്നത്. ആ വ്യക്തി അവിടെ കുറച്ച് വളരെ അധികം വിഷമങ്ങൾ അനുഭവിക്കുന്നു. വിഷമം എന്ന് പറയുമ്പോൾ കെട്ടിവെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ്. കണ്ടില്ലേ, പിന്നെ 5 സ്പോർട്സൊക്കെ കൈപിടിച്ച് അഗ്നിയായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള വളരെയധികം ആ രീതിയിൽ തളയ്ക്കപ്പെട്ട് വെച്ചിരിക്കുന്നു. കൺട്രോളിങ്ങിൽ ആണ്, ഇപ്പോൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പറയുന്നതിനപ്പുറം ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായത അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്തത്. ഇതും കണ്ടില്ലേ, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള വൂൺസ് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്ര മാനസിക സംഘർഷത്തിൽ പെട്ടുപോയി. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ശരീരം അല്ല ഇവിടെ മുറിയുന്നത്, ഹൃദയമാണ് മുറിഞ്ഞത്. ഇവിടെ എന്തെല്ലാം പറഞ്ഞ് പാട്ടിലാക്കിയിട്ടാണ് ഈ തേർഡ് പാർട്ടി കൊണ്ടുപോയിരിക്കുന്നത് എന്ന് നമുക്കിത് നോക്കിയാൽ മനസ്സിലാകും. അവിടെ കൊണ്ടുചെന്നതിന് ശേഷം ചതിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചതിച്ചു എന്നാണ്. അപ്പോൾ ഈ ബന്ധം ഇപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ടും തിങ്കബിളായിട്ടും ഉള്ള ഒരു ലവായി മാറിയിരിക്കുന്നു. ഇതൊരിപ്പം വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ ഇതൊരു ചലഞ്ചിലാണ് നിൽക്കുന്നത്. ഈ തേർഡ് പാർട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അറിയാതെ നിങ്ങളുടെ വ്യക്തി കുഴങ്ങുന്നോ എന്നാണ് കാണിക്കുന്നത്. നമുക്കടുത്ത കാർഡ് നോക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ളിടത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ലൈഫിലേക്ക് വരിക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലൈഫിലേക്ക് വരിക, കാരണം ഇതൊരു വല്ലാത്ത ട്രാപ്പാണല്ലോ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെയാണ്, ഒരു ജയിലിൽ കടന്നു കഴിഞ്ഞാലാണല്ലേ അതിൻ്റെ വിഷമവും വേദനയും എന്താണെന്ന് അറിയുക. അല്ലെങ്കിൽ അതേമാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമങ്ങൾ അറിയുക, ഫീലിങ്സ് അറിയുക. അപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാനുള്ള ആ ഒരു ചിന്ത വന്നിരിക്കുന്നു എന്നാണ്. അപ്പം ഇവിടെ സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ലവ് എന്നാണ്. ഇവിടെ വളരെ പിന്നെ സ്വയം പര്യാപ്തത നേടിയ വളരെ സോളിഡായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് എന്നാണ് കാണിക്കുന്ന. ബന്ധം നിങ്ങളാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ മുക്തി വരണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ജഡ്ജ്മെൻറ്റ് കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഒരു ധൈര്യമൊക്കെ നന്നായിട്ട് നേടിയെടുക്കേണ്ടതുണ്ട്. അതാണ് ഡിസിപ്ലിൻഡായിട്ടും വളരെ ഓണസ്റ്റായിട്ടും മെൻ്റൽ ക്ലാരിറ്റി ആയിട്ടും ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇവിടെ കുടുങ്ങിപ്പോയതാണ്. ആ കുടുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ട്രാപ്പിലാക്കിയെന്ന് ആദ്യമേ പറഞ്ഞു നമ്മളോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇത് കാർമിക് ഒരു ആയിട്ടുള്ള ലവ് ആയിരുന്നു അത് എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന കുറേ കർമ്മങ്ങളുടെ ബാക്കിയായിട്ട് ഈ ജന്മം അത് നടന്നുപോയി എന്നാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കർമ്മ അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. ആ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഈ രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കാണും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ചലഞ്ചിങ്ങും കാർമിക്കായിട്ടുള്ള ഈ ഒരു ലവ് ഇതിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ ഇവിടെ ഒരു ധൈര്യം സംഭരിക്കേണ്ടതുണ്ട് എന്ന് കാണിക്കുന്നു.
അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടണമെങ്കിൽ, ആ ജഡ്ജ്മെൻറ്റ് വരണമെങ്കിൽ ഈ അവസ്ഥയിലേക്ക് വരണം. അതായത് കിങ് ഓഫ് സോർട്സിൻ്റെ അവസ്ഥയിലേക്ക് വരണം. ആ കിങ് ഓഫ് സോർട്സിൻ്റെ അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറിച്ചെറിഞ്ഞിട്ട് ദൂരെ കളഞ്ഞ് ഇറങ്ങി വരാനുള്ള ആ ഒരു മനസ്സാന്നിധ്യം ഉണ്ടാവണം, അതിനുള്ള ധൈര്യം വേണം. അപ്പോൾ ആദ്യം തന്നെ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഒക്കെ മാറേണ്ടതുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ കണ്ടില്ലേ നമ്മൾ 4 ഓഫ് പെൻറ്റക്കിൾ, സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ലവ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആ ഒരു സ്നേഹത്തെക്കുറിച്ച്, വളരെ മനോഹരമായിരുന്ന ആ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് എത്ര കഠിനമായ വാളുകൾ കുത്തി നിർത്തിയിട്ടുണ്ടെങ്കിലും അതിലൂടെ മുന്നോട്ട് നടക്കും എന്നുള്ളതാണ്. അതായത് മുന്നോട്ട് നടക്കും എന്നുള്ള പറഞ്ഞാൽ ഓവർകമ്മിങ് ആൻഡ് മൂവിങ് ഫോർവേഡ്. അപ്പം അത് വന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ധൈര്യം സംഭരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധൈര്യം സംഭരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര മുള്ളായാലും എന്തെല്ലാം കഠിനമായ ഇവിടുത്തെ അവസ്ഥകൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടക്കും, പുറത്ത് വരും എന്ന് കാണിക്കുന്നു. അപ്പോൾ അവിടുന്ന് നടന്നു വരുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഈ രണ്ടും നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ഇങ്ങനെ വടിയും തടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഭയമൊക്കെ ഉണ്ട്. എന്നാലും ധൈര്യമൊക്കെ സംഭരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഡെത്ത് വന്നിട്ടുണ്ട് ഇവിടെ. മിസറബിൾ ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ മിസറബിൾ ചേഞ്ചസ് ആണ്. അതിനൊരു എൻഡിങ് വരും എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെറോഫൻറ്റ് വന്നിട്ടുണ്ട്. ഹെറോഫൻറ്റ് വരുമ്പോൾ നമുക്കിവിടെ സൊസൈറ്റി, അതുപോലെ തന്നെ റിലീജിയൻ, പിന്നെ സോഷ്യൽ അപ്രൂവൽ, കൺഫോമിറ്റി എന്നൊക്കെ ഉണ്ടല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ തൽക്കാലം പിന്നെ അതൊക്കെ കുറച്ചൊന്നും കൈകളിൽ നിന്ന് വിട്ടുപോയിരുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോർഗീവ്നെസ് ചെയ്യേണ്ടി വരുന്നു ചില കാര്യങ്ങളിൽ. ഞാൻ ഇങ്ങനെ പിന്നെ അത് നിങ്ങളുടെ കാര്യത്തിലായിരിക്കണം. ഫോർഗീവ്നെസ് ചെയ്യേണ്ടി വരുന്നു. കാരണം ഞാനിങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ഒക്കെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. അതൊരു ബോണ്ടഡായിട്ട് ഒരു ദയയ്ക്ക് വേണ്ടിയൊക്കെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇനി ഉണ്ടാകുമോ എന്നുള്ളതിലൊക്കെ ഒരു ഭയം ഉണ്ട് എങ്കിലും അത് ബാലൻസ് ആകും എന്നാണ് കാണിക്കുന്നത്. കാരണം 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. ജനറസ് ആൻഡ് ഫെയർ ലവ് ആണ് നിങ്ങളുടേത്. നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. ഇവിടെ കുറച്ച് തെറ്റുകളും ഒക്കെ വന്നുപോയി, അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. എന്തായാലും ഡബിൾ എനർജിയാണ് അതിനകത്ത് കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരും എന്നാണ്. അപ്പോൾ ദൈവവിശ്വാസമൊക്കെ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം അല്ലാതെ നിവൃത്തിയില്ല ഇവിടെ. കാരണം എന്താ വെച്ചാൽ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഡബിൾ എനർജി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ ഈശ്വരനിലേക്കാണ് അഭയം പ്രാപിക്കുക. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ആ കെട്ടഴിയണമെങ്കിൽ അത് തന്നെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യുമെന്നും ബാലൻസ് ആകുമെന്നും ഒക്കെയാണ് നമുക്ക് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ അതിന് വിജയിക്കുമോ എന്ന് നോക്കാം. ഇത് ചെയ്താൽ വിജയിക്കുമോ ഈ വ്യക്തി എന്ന് നോക്കിയാൽ 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ത്രൈവിങ് ലവ്. ഓക്കെ, അപ്പോൾ അവിടെ 2 കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 ഡെക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വിജയിക്കുമെന്നാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വിജയിക്കുമെന്നാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എൻഡിങ് ആവും എന്ന് നമുക്കിവിടെ പറയുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞിരുന്നു എൻഡ് ആവും എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ധൈര്യം സംഭരിച്ചാൽ ആണ് നമുക്കെന്ത് ജസ്റ്റിസ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് ഓവർകം ചെയ്ത് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് വിജയിക്കാൻ കഴിയും, നിങ്ങളുടെ വ്യക്തിക്ക് അത് വിജയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് നോക്കട്ടെ. ബാലൻസ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ടെമ്പറൻസ് ആണ്. ക്ഷമയോടുകൂടി വളരെ ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ആയിട്ടുള്ള ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്നേഹമുണ്ടല്ലോ, ഈ സ്നേഹം കിട്ടണം, വീണ്ടും കിട്ടണം എന്നാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വിഷമങ്ങളൊക്കെ വന്നുപോയി. അതിൽ നിങ്ങൾ പൊറുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈശ്വരനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനോട് ക്ഷമ പറയുന്നുണ്ട്. വേറെ എവിടെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഭഗവാനോട് അതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് വാൻസ്, ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ലവ്. ഇനി എനിക്കൊരു ഭയവുമില്ല, ഞാൻ തിരിച്ചു വരും, നിൻ്റെ അടുത്തേക്ക് വരും.
കാരണം ഞാനിതിനെ അതിജീവിക്കും, കാരണം എനിക്കല്ലാതെ നിവൃത്തിയില്ല എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്ന സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് നേടിയിരിക്കുന്നു എന്നാണ്. സ്ട്രെങ്ത് നേടി ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓൺ സെറ്റ് ആൻഡ് വെൽക്കം ലവ്. ഇതിൽ പലരും ഈ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ ലവറിനെ നിങ്ങൾ കാത്തിരിക്കുന്നു ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ധൈര്യം സംഭരിച്ച് വരട്ടെ, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഗതം ചെയ്യുന്ന മാതിരി കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട്. കാരണം അറിഞ്ഞോ അറിയാതെയോ വന്നുപോയൊരു തെറ്റാണ് എന്ന് നിങ്ങൾക്കും ബോധ്യം വന്നിരിക്കാം, അതുകൊണ്ടാകാം. എന്തായാലും ഇവിടെ സാധിക്കും എന്നാണ് നമുക്കിവിടെ ഈ കാർഡ്സ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാർഡ് കൂടെ നോക്കട്ടെ. കിങ് ഓഫ് കപ്സ് ആണ്. രണ്ടും അതെ, രണ്ട് ഡെക്കെന്നും നമുക്ക് എടുത്തപ്പോഴും കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ കമ്പാഷനായിട്ടുള്ള വൈസായിട്ടുള്ള ഒരു സ്നേഹം, ആ സ്നേഹം വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, കൺട്രോളായിട്ട്, ബാലൻസായിട്ട്, സപ്പോർട്ടീവ് ലീഡറായിട്ട് ഒക്കെ നിങ്ങളുടെ ആ ഒരു സ്നേഹം പഴയ പോലെ വരും എന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒരു ഗൈഡൻസ് മെസ്സേജ് കൂടെ നോക്കട്ടെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും റണ്ണർ എന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ എന്നാണ് നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. പണ്ട് നിങ്ങൾ എത്ര വിളിച്ചാലും കിട്ടില്ല, എന്തെല്ലാം മെസ്സേജ് ചെയ്താലും കിട്ടില്ല എന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കാരണം അതാണല്ലോ ഡബിൾ എനർജിയുടെ ഇതിനല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ വരും എന്ന് തന്നെയാണ്. അതായത് ഈ റണ്ണൊക്കെ നിർത്തി, റണ്ണിങ്ങൊക്കെ പോയി, ഇനി നിങ്ങളിലേക്കൊന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ളിടത്ത് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശുഭമാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം നല്ലതാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചില മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. മിസ്റ്റേക്സ് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ആ മിസ്റ്റേക്സ് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയുടെ ഒരു കാര്യങ്ങൾ കൊണ്ടും കൂടിയാണ്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം കൂടി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്, ഇങ്ങനെയൊന്നും വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ ഒക്കെ സംഭവിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരു വൈതരണിയെ കടന്നു പോകേണ്ടി വരും എന്നൊന്നും ആൾ കരുതിയിട്ടില്ല. കാരണം ഇത് പെട്ടെന്നുണ്ടായതായിരിക്കാം, അങ്ങനെ ഉണ്ടായിപ്പോയതാകാം, അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ, ഇനി ഞാൻ നിന്നിൽ നിന്ന് ഒരിക്കലും എവിടെയും പോവില്ല. ഇതാണ് നിങ്ങൾക്കിന്ന് തന്നിരിക്കുന്ന ഗൈഡൻസ്. കാരണം ഇവിടെ ഈ ഗൈഡൻസ് വരാൻ കാരണം നിങ്ങളിൽ പല ആളുകളും ഇനിയും ഇത് ആവർത്തിക്കുമോ നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള ആ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് എന്നാണ് കാണിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി കാരണം ഇതിൽ നിന്ന് നിങ്ങൾ കൊണ്ടും കൊടുത്തും വളരെയധികം പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം മാനസികമായി തകർന്നു പോയിരിക്കുന്നു. ഒരു കാലം അതിനായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് അതൊരു ലെസൺ ആയിരുന്നു എന്നാണ്. നമുക്ക് പഠിപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾക്ക് ഡിവൈൻ ഇതേമാതിരിയുള്ള ചില ബന്ധങ്ങൾ നമുക്ക് ഇതേമാതിരിയുള്ള ചില പ്രശ്നങ്ങളിലൂടെ കടത്തിവിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതായത് നമ്മൾ കുറച്ച് പഠിക്കാനുണ്ട്, നമ്മളിലും കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് പഠിപ്പിക്കാനും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഇനി ഒരിക്കലും വിട്ടുപോവില്ല എന്നാണ് ഒരു ഗൈഡൻസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഗൈഡൻസ് തന്നെയാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.